118 പേർ 9 ഭാഷകളിലായി ബൈബിൾ പകർത്തിയെഴുതുന്നു. ചേറ്റുപുഴ കർമ്മലമാത ഇടവകയിലാണ് വ്യത്യസ്തമായ ബൈബിൾ പകർത്തിയെഴുത്ത് നടക്കുന്നത്. ഇടവക രൂപം കൊണ്ട് 25 വർഷം പിന്നിടുന്ന വേളയിൽ 25 പേർ ബൈബിൾ പകർത്തിയെഴുതുവാൻ ഉദ്ദേശിച്ചാണ് ആരംഭിച്ചത്. പക്ഷേ കൂടുതൽ വ്യക്തികൾ താൽപ്പര്യപൂർവ്വം മുന്നോട്ടു വരികയായിരുന്നു. ഇപ്പോൾ 118 പേരാണ് വ്യത്യസ്ത ഭാഷകളിലായി ബൈബിൾ പകർത്തിയെഴുതുന്നത് എന്ന് വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരുച്ചേരിയിൽ ഓക്കാം പറഞ്ഞു. ചേറ്റുപുഴ ഇടവക ദേവാലയം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇടവകയിലെ ജനങ്ങളെല്ലാം ഒത്തുചേർന്ന് ദൈവവചനം പകർത്തിയെഴുതുവാനായിട്ട് തീരുമാനിക്കുകയുണ്ടായി. പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥത്താൽ അനുഗ്രഹീതമായ ഇടവക ദേവാലയത്തിലെ വ്യക്തികൾ ആദ്യം ഞങ്ങൾ 25 പേര് 25 വർഷത്തോടനുബന്ധിച്ച് ബൈബിൾ എഴുതുവാൻ തീരുമാനമെടുത്തപ്പോൾ മറ്റനേകം ആളുകൾ ഞങ്ങൾക്കും എഴുതുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ് ചെയ്തത്. അങ്ങനെ 118 പേര് വിവിധങ്ങളായ ഭാഷകളിൽ ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോവുക. ഏതാനും ആളുകളെല്ലാം അത് പൂർത്തിയാക്കി. മറ്റുള്ളവർ മെയ് മാസം 1-ാം തീയതിയോടുകൂടി അത് പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹിക്കുക. ഇതിനായിട്ട് ഞങ്ങളെ അനുവദിച്ച നല്ലവനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇടവകയുടെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ അവസരത്തിൽ ഇടവകാംഗങ്ങൾ തമ്മിലുള്ള ബന്ധവും അടുപ്പവും കൂടുതൽ ദൃഢമാക്കാൻ കൂടിയുള്ള അവസരം എന്ന നിലയിലാണ് ഇടവകാംഗങ്ങൾ ഒന്നിച്ച് വചനമെഴുതാൻ വഴിയൊരുക്കിയത് എന്ന് സിൽവർ ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ ആൻഡോ PV പറഞ്ഞു. ചേറ്റുപുഴ ഇടവകയെ ദൈവവചനത്തിൻ്റെ പുഴയാക്കി മാറ്റാൻ ഈ ഇടവകയിൽ നിന്ന് 118 വ്യക്തികൾ ബൈബിൾ പകർത്തിയെഴുതി ചേറ്റുപുഴ ദേവാലയത്തെ 25 വർഷ ജൂബിലിയോടനുബന്ധിച്ച് ഐക്യത്തിലും സ്നേഹത്തിലും ഉറപ്പിച്ചു നിർത്താൻ ഈ ഇടവക കൈക്കൊണ്ട ഒരു മാർഗമായിട്ടാണ് ബൈബിൾ പകർത്തിയെഴുത്ത്. പകർത്തിയെഴുതുന്നത് ഒരു പ്രവൃത്തിയല്ല, അത് യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സുകളിൽ ആത്മാവിനെ ജലിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മുടെ സ്നേഹം അത് ദൈവകൃപയാൽ ഒഴുകിത്തീരാൻ, അതെന്നെന്നും നിലനിൽക്കാൻ, അത് ഈ ഇടവകയിൽ മുഴുവൻ വ്യാപിക്കാൻ, ഈ ജൂബിലി വർഷത്തിൽ ഇടവക ജനം ഒന്നായി നിൽക്കാൻ ഈ ഇടവക എടുത്ത ആദ്യത്തെ പ്രവർത്തനമാണ്, ജൂബിലി പ്രവർത്തനമാണ് ബൈബിൾ പകർത്തിയെഴുത്ത്. സോഫേറൂത്ത് സോഫറീം സോഫിയ എന്ന പേരിൽ 2025 ജൂൺ 29 ആരംഭിച്ച ബൈബിൾ പകർത്തിയെഴുത്ത് ഇപ്പോൾ തുടരുകയാണ്. മെയ് 1 എല്ലാവരും എഴുതി പൂർത്തിയാക്കുന്ന ബൈബിളുകൾ ദേവാലയത്തിൽ സമർപ്പിക്കും. പലരും ഇതിനോടകം ബൈബിൾ പുതിയ നിയമം എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞു. ബൈബിൾ പകർത്തിയെഴുതിയവർക്ക് വ്യക്തിപരമായും കുടുംബത്തിലും വിവിധ ദൈവാനുഭവങ്ങൾ ഉണ്ടായതായി പലരും പങ്കുവച്ചുവെന്ന് ബൈബിൾ പകർത്തിയെഴുത്തിന്റെ കൺവീനറായ ആശ ജോർജ് പറഞ്ഞു. പ്രാർത്ഥനാ ചൈതന്യത്തിൻ്റെ നിറവിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ബൈബിൾ അവരുടെ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ വരുത്തിയതായിട്ടാണ് നമ്മൾക്ക് പറഞ്ഞു കേൾക്കുവാൻ സാധിച്ചത്. കാരണം അതിൻ്റെ സാക്ഷ്യങ്ങളായി പലരുടെയും മക്കൾക്ക് വിവാഹം നടക്കുകയും അതുപോലെ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു. അതിനേക്കാൾ ഉപരിയായി തോന്നിയ ഒരു സംഭവം, ഒരു ഭവനത്തിൽ അവരുടെ വർഷങ്ങളോളമായി പിണക്കമുണ്ടായിരുന്ന സഹോദരന്മാർ അവരുടെ വീട്ടിൽ വരികയും ചെറിയ ഒരു ആഘോഷത്തിന് അവരെ ക്ഷണിക്കുകയും ചെയ്തു. ഇതെല്ലാം കേൾക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് സ്തുതി പാടുകയാണ് വേണ്ടത്. കാരണം ദൈവവചനം ഭൂമിയിൽ അവതരിച്ചതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അവതരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കും. കാരണം നാം ഹൃദയപൂർവ്വം സഹോദരന്മാരോട് ക്ഷമിച്ചില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവും നമ്മോട് ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ബൈബിൾ എഴുതുന്നത് ഓരോരുത്തരും ആവേശത്തോടും ഉത്സാഹത്തോടും കൂടി ചെയ്ത് വളരെ പേർ ഇതിനോടകം തന്നെ 35ഓളം പേരോളം ബൈൻഡ് ചെയ്യുകയും അത് സമർപ്പണത്തിന് യോഗ്യമാം വിധത്തിലാക്കുകയും ചെയ്തു. മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലാണ് കൂടുതൽ പേരും ബൈബിൾ പകർത്തിയെഴുതുന്നത്. എന്നാൽ തമിഴ്, ഹിന്ദി, സംസ്കൃതം, ജർമ്മൻ, ഫ്രഞ്ച് എന്നിങ്ങനെ 9 ഭാഷകളിലാണ് ഇവർ ബൈബിൾ പകർത്തിയെഴുതുന്നത്. എൻ്റെ പേര് സ്റ്റെഫി. ക്രിസ്ത്യൻസിൻ്റെ ഹോളി ബുക്കായ ബൈബിൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. വായിക്കാനും വചനം വായിക്കാനൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. പലരും ബൈബിൾ എഴുതുന്നത് കേട്ടപ്പോൾ എനിക്കതൊരു പ്രചോദനമായി. ബൈബിൾ എഴുതണം എന്നൊരു ആഗ്രഹമായി. എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ ബൈബിൾ എങ്ങനെ കാണണം എന്നൊരു ആഗ്രഹമായി. അങ്ങനെയാണ് ബൈബിൾ എഴുതാൻ തീരുമാനിച്ചത്.
നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു ഡിവൈൻ ഫീലിംഗ് ആയിരുന്നു. മലയാളം ഭാഷയിലാണ് ബൈബിൾ എഴുതിയത്. ഇടവകയിലെ ബൈബിൾ എഴുതുന്നു എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞാനും എഴുതാൻ തയ്യാറായി. ഓരോ വാചകങ്ങൾ എഴുതുമ്പോഴും ശ്രദ്ധയോടും കൃത്യതയോടും കൂടെ എഴുതാൻ സാധിച്ചു. അതേസമയം ഓരോ വാചകങ്ങൾ എഴുതിയതിന് ശേഷം ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാനും തോന്നി. അങ്ങനെ മൊത്തം എഴുതുകയും രണ്ടാമതൊരു വട്ടം കൂടി വായിക്കുകയും ഓരോ പാരഗ്രാഫ് വീതം അങ്ങനെയാണ് എഴുതിയത്. എൻ്റെ പേര് സിമി. ഞാൻ കന്നഡ ഭാഷയിലാണ് ബൈബിൾ എഴുതുന്നത്. ഞങ്ങളുടെ വിവാഹത്തിൻ്റെ 25-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ തന്നെ നമ്മുടെ പള്ളിയുടെയും 25-ാം വാർഷികമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബൈബിള് അതിന് നന്ദി സൂചകമായിട്ടാണ് എഴുതാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ കന്നഡയിലാണ് ഞാൻ എഴുതുന്നത്. ഞാൻ 10-16 വർഷം കർണാടകയിലായിരുന്നു. അവിടെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തതുകൊണ്ട് കുറച്ച് എഴുതാനും വായിക്കാനും ഒക്കെ എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ಕನ್ನಡದಲ್ಲಿ ಎഴുದಾನ್ ತೀರ್ಮಾನಿಸಿ. ಆತ್ಮಿಕವಾಗಿ ಬಡವರು ಭಾಗ್ಯವಂತರು, ಏಕೆಂದರೆ ಸ್ವರ್ಗರಾಜ ಅವರದು. ದುಃಖಿತರು ಭಾಗ್ಯವಂತರು, ಏಕೆಂದರೆ ಅವರು ಸ್ವಸ್ಥത ಪಡೆಯುವರು. என் பேர் அனிதா ஜார்ஜ். நான் இங்கே கேரளாவில் வந்துட்டு 26 வருஷம் ஆகுது. இந்த பைபிள் எழுத வேண்டிட்டு தமிழில் எழுதியிருக்கிறது. தமிழ் எழுதி பைபிள் കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ബൈബിൾ എഴുതിയുള്ള കാരണം കുറേ ബുദ്ധിമുട്ടുകൾ ഇരുന്ന് ഇപ്പം എനിക്ക് പറവായില്ല. ഇപ്പം നോർമലായിട്ടുണ്ട്. ബൈബിൾ എഴുതിയിട്ടുള്ളത് ഇതുവരെയും ഞാൻ ബൈബിൾ എഴുതിയിട്ടില്ല. മലയാളമായാലും തമിഴിലായാലും എഴുതിയിട്ടില്ല. ഇതാണ് ഫസ്റ്റ് ടൈം എഴുതിയിരിക്കുന്നത്, കംപ്ലീറ്റ് ചെയ്തിരുന്നത്. ഇത് കാരണം എനിക്ക് കുറേ അസുഖങ്ങളൊക്കെ ഇരുന്ന് ഇപ്പം പറവായില്ല. Io sono padre Sebastiano, parroco della chiesa Monte Carmelo. Ho scritto la Bibbia in lingua italiana. Ho finito tutto il Nuovo Testamento. Questo momento ho dato grazie a Dio per questa opportunità per scrivere la Bibbia in lingua italiana. എൻ്റെ പേര് ജിസ്മി. ഞാൻ സംസ്കൃതത്തിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഞാൻ സംസ്കൃതമാണ് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സംസ്കൃതത്തിൽ ബൈബിൾ എഴുതാനായിട്ട് തീരുമാനിച്ചു. മാതാവും ഈശോയും തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ബൈബിൾ എഴുതുന്നത്. തഥാ പരീക്ഷകः യേശും ഉപഗമ്യ ഇദം അബ്രവീത് ചേത് ഈശ്വരസ്യ പുത്ര അസ്തി ഭവാൻ ഏതത് ബ്രവീതു യദ് അത്ര യേ പ്രസ്ഥാരः സർവേ തേ സുരോട്ടികः ഭവേയുः ഏതത് ആകർണ്യ യേശു തം പരീക്ഷകം പ്രതി അവോചത് ലിഖിതമസ്തി യദ് മനുഷ്യः റൊട്ടികായ മാത്രേണ ന ജീവതി സഹ ഈശ്വരസ്യ മുഖാത് നിർഗതേന പ്രത്യേകേന വചനേന ജീവതി. എൻ്റെ പേര് ഷെറിൻ. ഞാൻ ഹിന്ദിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷ. വായിക്കാനും എഴുതാനും നല്ല എളുപ്പമാണ്. 5-ാം ക്ലാസ് മുതൽ ഞാൻ ഹിന്ദി നന്നായി പഠിക്കണതാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട്, കർമ്മല മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഇതെഴുതി പൂർത്തിയാക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു. പ്രാചീൻ കാൽ മേം ഈശ്വർ ബരാബർ और विधव रूप में हमारे पूरकों से नबियों द्वारा बोला था. अब अंत में वह हमसे पुत्र द्वारा बोला है. उसने उस पुत्र के द्वारा समस्त विश्व की सृष्टि की और उसी को सब कुछ का अंधकारी नियुक्त किया है. Je m'appelle Lijo Joseph. J'ai une bonne connaissance de français grâce à mon expérience professionnelle à l'étranger. C'est une excellente opportunité pour écrire la Bible en français. Je souhaite à tous ceux qui écrivent la Bible de réussir. Chapitre 1. Théophile, je parlais dans mon premier livre de tout ce que Jésus commence de faire et d'enseigner de le commencement. മലയാളവും ഇംഗ്ലീഷും കഴിഞ്ഞാൽ കൂടുതൽ പേർ എഴുതുന്നത് ജർമ്മൻ ഭാഷയിലാണ്. 5 പേരാണ് ജർമ്മൻ ഭാഷയിൽ ബൈബിൾ പകർത്തി എഴുതുന്നത്. Mein Name ist Shobi. Seit 16. Lebensjahr lebe ich in Wien und arbeite. Ich bin oft am Sonntag in die Kirche gegangen auf deutsche Messe und auch manche Gebete bete ich auf Deutsch.
Deshalb ich möchte auf Deutsch Bibel schreiben, damit meine Glauben verstärke. Danke. Then for God is nicht utkele. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഐ എം ഹിയർ റൈറ്റിംഗ് ഇൻ ജർമ്മൻ ബൈബിൾ. ഐ ഓൾറെഡി റോട്ട് an English Bible from the New Testament. And my experience over that was very beautiful and inspiring, that I want to write a new Bible in German. German was my second language in my college. So when my mother told that we are writing Bible on different languages in our church, so I thought, why could I give it a chance? So I wrote Bible in German. Hallo, guten Tag. Ich heiße Felen Maria Raymond. Ich habe entschieden, die Bibel in Deutsch zu schreiben, wenn ich daran gedacht habe, zu Deutsch zu lernen. Ich habe einen persönlichen Traum. Während ich die Bibel geschrieben habe, habe ich zu Gott gebetet, meine Traum verwirklichen würde. Und ich glaube, dass würde meine Traum verwirklichen. Danke. ഞാൻ എഴുതിയത് ജർമ്മൻ ബൈബിളാണ്. ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ ബൈബിൾ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ബൈബിൾ എഴുതിയതിലൂടെ എനിക്ക് ബേസ് വൈ എക്സാം ബെസ്റ്റ് സ്റ്റാൻഡേർഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അതെനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അൽസ് ആബർ യേസൂസ് സു ബെത്ലേം ഇൻ യൂദ ഗെബോറൻ വാർഡ് ഇൻ ദെൻ ടാഗസ് ദസ് ക്യോനിക്സ് ഹെറോദോസ് സിയെ ദ കാമൻ വൈസെ ഔസ് ദെ മോർഗൻ ലാൻഡ് നാഹ് യെറുസലേം ഉണ്ട് സാക്ടൻ. 25 വർഷം മുൻപ് തൃശൂർ അതിരൂപതയിൽ രൂപം കൊണ്ട കർമ്മലമാതാ ഇടവകയുടെ അജപാലന ശുശ്രൂഷ നിർവഹിച്ചു പോരുന്നത് കർമ്മലീത്ത സഭയുടെ സെന്റ് തോമസ് പ്രോവിൻസിലെ വൈദികരാണ്. ഈ മുഹൂർത്തത്തിൽ കർമ്മലീത്ത സഭയിലെ വൈദികരും വലിയ ആഹ്ലാദത്തിലാണ്. ഭാരതത്തിലെ കർമ്മലീത്ത മാതൃസഭയുടെ ഇന്ത്യയിലുള്ള സെൻറ് തോമസ് പ്രൊവിൻസിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമയമാണിത്. കാരണം തൃശ്ശൂർ അതിരൂപത 25 വർഷങ്ങൾക്ക് മുൻപ് സെൻറ് തോമസ് പ്രൊവിൻസിനെ ഈ ഇടവക ഏൽപ്പിച്ചു തരികയും ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങളെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. 25 വർഷം കഴിയുമ്പോൾ ഏകദേശം 150ഓളം കുടുംബങ്ങളുമായിട്ട് ആരംഭിച്ച ഈ ഇടവക സമൂഹം ഇന്ന് 320ഓളം കുടുംബങ്ങളായിട്ട് വളർന്നിരിക്കുകയാണ്. ഈ ഇടവകയുടെ പ്രഥമ വികാരിയായിട്ട് എനിക്ക് സേവനം ചെയ്യുവാൻ ലഭിച്ച വലിയ കൃപയ്ക്ക് ദൈവത്തിന് നന്ദി പറയുകയാണ്. ആരംഭിച്ച അതേ ഊർജ്ജസ്വലതയോടുകൂടെ ഐക്യത്തിലും സ്നേഹത്തിലും പ്രാർത്ഥനയുടെ പിൻബലത്തിലും ഏറ്റവും സന്തോഷകരമായിട്ട് ഏറ്റവും ഐക്യത്തോടുകൂടെ ഈ ഇടവക സമൂഹം മുന്നോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ അത് അഭിമാനിക്കത്തക്ക ഒരു കാര്യമാണ്. സിൽവർ ജൂബിലി ആഘോഷത്തിന് മുന്നോടിയായി ദേവാലയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മെയ് മാസം 1 ദേവാലയത്തിന്റെ പുനഃകൂദാശ നിർവഹിക്കുന്ന ദിനത്തിൽ മുഖ്യ കാർമ്മികനാകുന്ന തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കൈകളിൽ അൾത്താരയിൽ വെച്ച് 118 പേരും തങ്ങൾ എഴുതി പൂർത്തിയാക്കിയ ബൈബിളുകൾ സമർപ്പിക്കും. 4 നൂറ്റാണ്ടുകാലം തങ്ങൾക്ക് വ്യക്തിപരമായും ഇടവക സമൂഹത്തിനൊന്നാകെയും ലഭിച്ച എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും നന്ദിയർപ്പിച്ചുകൊണ്ടാണ് ചെറ്റുപുഴ കർമ്മലമാതാ ഇടവക വചനമെഴുത്ത് എന്ന പുണ്യത്തെ പുണർന്നത്. ഇനിയുള്ള കാലം ചെറ്റുപുഴയെ ദൈവവചന പുഴയാക്കാനും പുതിയ തലമുറയെ വിശ്വാസത്തിലും വചനത്തിലും ആഴപ്പെടുത്താനും ഈ വചനമെഴുത്തും ജൂബിലി ആഘോഷവും വഴിയൊരുക്കും എന്ന ശുഭപ്രതീക്ഷയിലാണ് കർമ്മലമാതാ ഇടവകയിലെ വിശ്വാസി സമൂഹം.